عن أبي هريرة رضي الله تعالى عنه قال قال النبي صلى الله عليه وسلم. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് സയ്യിദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്യുന്നു: ബൈനമാ റജുലുൻ യംശി ഫീ ഹുല്ലത്തിൻ തുഅജിബുഹു നഫ്സുഹു മുറജ്ജിലുൻ ജുമ്മത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മുൻഗാമികളിൽപ്പെട്ട ഒരു മനുഷ്യൻ, അയാൾ മുറജ്ജിലുൻ ജുമ്മത, തലയിലെല്ലാം എണ്ണ തേച്ച്, യംശി ഫീ ഹുല്ലത്തിൻ തുഅജിബുഹു നഫ്സു, നല്ല മിനുക്കി വസ്ത്രമൊക്കെ ധരിച്ച് അഹങ്കാരത്തോടുകൂടി നടന്നു പോവുകയായിരുന്നു. ഇദ് ഖസഫല്ലാഹു ബി, അപ്പോൾ അല്ലാഹു തആല ആ മനുഷ്യനെ ഭൂമിയുടെ അടിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. അഹങ്കരിച്ചുകൊണ്ട് മിനുക്കിയ വസ്ത്രമെല്ലാം ധരിച്ച് എണ്ണയെല്ലാം പൂശി, താനാള് കുഴപ്പമില്ല, താനാള് കേമനാണ് എന്ന വിചാരത്തോടുകൂടി നടന്നുപോയ ഒരു മനുഷ്യനെ ഭൂമി വിഴുങ്ങിക്കളഞ്ഞു. ഫഹുവ യതജല്ലലു ഇലാ യൗമിൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാൾ വരെ ആ മനുഷ്യൻ ഭൂമിയുടെ അടിയിൽ പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് സയ്യിദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖിയാമത്ത് നാൾ വരെ ആ മനുഷ്യൻ ഭൂമിയുടെ അടിയിൽ പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അല്ലെങ്കിൽ ഈ ചരിത്രത്തിലൂടെ പ്രവാചകൻ ചില പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തെ പാഠം അഹങ്കാരികളുടെ അന്ത്യമാണ്. അഹങ്കാരികളായ ആളുകളെ തീർച്ചയായും അല്ലാഹു തആല കൈകാര്യം ചെയ്യുക തന്നെ ചെയ്യും. ഇഹലോകത്തും നാളെ പരലോകത്തും അവരുടെ അന്ത്യം മോശമായിരിക്കും. ഇന്ന് നാം ഒരുപാട് അഹങ്കാരികളെ കാണുന്നുണ്ടല്ലോ, ധിക്കാരികളായ ഭരണാധികാരികൾ. ഗസയിൽ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ നിഷ്കരുണം കൊലപ്പെടുത്തുന്ന അക്രമികാരികളായ ആളുകൾ. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പാവങ്ങളായ ജനങ്ങളെ അടിച്ചമർത്തി അവരെ ഇല്ലായ്മ ചെയ്ത് തങ്ങൾക്ക് മേൽക്കോയ്മ നേടാം എന്ന് വിചാരിക്കുന്ന അഹങ്കാരികൾ. ഇവരെ ഒന്നും അല്ലാഹു തആല വെറുതെ വിടുകയില്ല. ഇവർക്ക് ദുനിയാവിലും ആഖിറത്തിലും കഠിനമായ ശിക്ഷയായിരിക്കും ഇവർക്കുണ്ടാവുക. മുൻഗാമികളായ ആളുകളെ അല്ലാഹു അങ്ങനെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ലോകത്ത് കടന്നുപോയ ഏറ്റവും വലിയ അഹങ്കാരിയായിരുന്നു ഫിർഔൻ. ആ ഫിർഔനെ അല്ലാഹു തആല വെള്ളത്തിൽ മുക്കി കൊന്നു. ഈ കാണുന്ന സമുദ്രത്തിന്റെയും നദികളുടെയും എല്ലാം അധികാരവും അതിന്റെ ആധിപത്യവും എനിക്കാണെന്ന് അവകാശപ്പെട്ട ഫിർഔനെ വെള്ളത്തിൽ മുക്കിക്കൊന്നപ്പോൾ ഒന്ന് നീന്താൻ പോലും അവന് കഴിഞ്ഞില്ല. നീന്തി രക്ഷപ്പെടാൻ പോലും കഴിയാത്ത രീതിയിൽ അല്ലാഹു ഫിർഔനെ നശിപ്പിച്ചു കളഞ്ഞു. അബൂജഹൽ, പ്രവാചകന്റെ സമുദായത്തിലെ ഫിർഔൻ എന്ന് പ്രവാചകൻ വിശേഷിപ്പിച്ച അബൂജഹൽ, ആ അബൂജഹലിനെ ബദറിൽ അല്ലാഹു തആല മോശമായ രീതിയിൽ കൈകാര്യം ചെയ്തു. അതുപോലെ തന്നെ നംറൂദ്, ഇബ്രാഹിം നബിയുടെ പ്രതിയോഗിയായിരുന്ന നംറൂദ്, ആ നംറൂദിനെ നിസാരമായ കൊതുകിലൂടെ, ഒരു പ്രാണിയിലൂടെ അള്ളാഹു കൈകാര്യം ചെയ്തു. അതുപോലെ തന്നെ മൂസാ നബിയുടെ സമുദായത്തിൽപ്പെട്ട കാറൂൻ, ആ കാറൂനെ അള്ളാഹു ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. ഇങ്ങനെ ലോകത്ത് അഹങ്കരിച്ചുകൊണ്ട് കടന്നുപോയ ആരൊക്കെയുണ്ടോ അവരുടെയെല്ലാം അന്ത്യം ദുനിയാവിലും ആഖിറത്തിലും, ദുനിയാവിൽ അവർ കഠിനമായ ശിക്ഷയ്ക്ക് വിധേയരാകും. അതുകൂടാതെ നാളെ ആഖിറത്തിനും അവരെ കാത്തിരിക്കുന്നത് അത്ര നല്ല അവസ്ഥയൊന്നുമല്ല. ഇത് പഠിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂൽ ഈ ചരിത്രത്തിലൂടെ. ഒന്ന്. രണ്ടാമത്തെ പാഠമെന്ന് പറയുന്നത്, അല്ലാഹു തആല പല രീതിയിലും പലരെയും കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ട അള്ളാഹുവിന്റെ ഒരു ശിക്ഷാ നടപടിയാണ് ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞുകൊണ്ട് ഇല്ലായ്മ ചെയ്യുക എന്നുള്ള രീതി. ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയും എന്ന് പല ആളുകളും പറയുന്നത്, പല നേതാക്കന്മാരും പറയുന്നത്, ഞങ്ങൾക്ക് ഒന്നും ബാധിക്കുകയില്ല, ആര് വെടിവെച്ചാലും ഞങ്ങൾ കേൾക്കൂല, ഞങ്ങളുടെ വാഹനം ആ രീതിയിലുള്ള സംവിധാനങ്ങളാണ്.
ഞങ്ങൾക്ക് ചുറ്റും പാറാവുകാരുണ്ട്. അതുകൊണ്ട് എന്ത് പ്രശ്നം വന്നാലും ആര് ഞങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ നോക്കിയാലും ഞങ്ങളെ അത് ബാധിക്കുന്നതല്ല എന്ന് അഹങ്കരിക്കുന്ന ഭരണാധികാരികളുണ്ട്. എന്നാൽ അവരെ ഭൂമിയിൽ ആഴ്ത്തപ്പെട്ടാലോ ആരാണ് അവരെ രക്ഷിക്കാനുണ്ടാവുക? ഭൂമിയുടെ മുകളിലല്ലേ ഈ അഭ്യാസമൊക്കെ നടക്കുകയുള്ളൂ. പക്ഷെ ഭൂമിയുടെ അടിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞാൽ പാറാവുകാർ അവർക്ക് ഗുണപ്പെടുകയില്ല, കാവൽക്കാർ അവരെ സംരക്ഷിക്കുകയില്ല. അപ്പം ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞുകൊണ്ട് ശിക്ഷിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ രീതിയാണ്. അള്ളാഹു തആല തന്നെ ഖുർആനിൽ പറയുന്നു, 29-ാമത്തെ സൂറത്തിൽ 40-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, ഫകുല്ലൻ അഖദ്നാ ബിദംബി, എല്ലാവരെയും അവരുടെ പാപത്തിനനുസരിച്ച് കൊണ്ട് നാം പിടികൂടി. ഫമിൻഹും മൻ അർസൽനാ അലൈഹി ഹാസിബ, ചില ആളുകളെ നാം നശിപ്പിച്ചത് അവരുടെ നേരെ ചരൽക്കാറ്റയച്ചുകൊണ്ടാണ്. ചരൽക്കാറ്റയച്ചുകൊണ്ട് നാം അവരെ നശിപ്പിച്ചു. വമിൻഹും മൻ അഖദതുഹു സ്വൈഹ, ചില ആളുകളെ നാം നശിപ്പിച്ചത് കഠിനമായ ശബ്ദത്തിലൂടെയാണ്. ഘോര ശബ്ദം അവരെ പിടികൂടി. വമിൻഹും മൻ ഖസഫ്നാ ബിഹിൽ അർദ്, ചില ആളുകളെ നാം നശിപ്പിച്ചത് ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞിട്ടാണ്. ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞുകൊണ്ട് ചില ആളുകളെ അള്ളാഹു നശിപ്പിച്ചു. അതിൽപ്പെട്ടതാണ് കാറൂൻ. അള്ളാഹു തആല പറഞ്ഞു, ഇന്ന കാറൂന കാന മിൻ ഖൗമി മൂസ, മൂസാ നബിയുടെ സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു കാറൂൻ. ഫഖസഫ്നാ ബിഹി ഫബിദാരിഹിൽ അർദ്, അവനെയും അവന്റെ കൊട്ടാരത്തെയും നാം ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞു. ഫമാ കാന ലഹു മിൻ ഫിഅതി യൻസുറൂന, ആ സമയത്ത് അവനെ സഹായിക്കാൻ ഒരു സഖ്യകക്ഷിയും ഉണ്ടായിരുന്നില്ല. ഇന്ന് ഇസ്രായേൽ ഫലസ്തീൻ ആക്രമിക്കുന്നത് അമേരിക്ക എന്ന് പറയുന്ന സഖ്യകക്ഷിയുടെ സഹായത്തോടു കൂടിയാണ്, അവരുടെ അകമ്പടിയോടുകൂടിയാണ്. അല്ലാഹു തആല പറഞ്ഞു, കാറൂനെ ഭൂമിയിൽ നാം ആഴ്ത്തിക്കളഞ്ഞപ്പോ അവനെ രക്ഷപ്പെടുത്താൻ ഒരു കക്ഷിയും ഉണ്ടായിരുന്നില്ല, ഒരു ടീമും ഉണ്ടായിരുന്നില്ല. വമാ കാന മിനൽ മുന്തസിരീൻ, അവന് തന്നെ സ്വയം അവനെ സഹായിക്കാൻ കഴിഞ്ഞതുമില്ല. അപ്പോ അഹങ്കാരികളെ അള്ളാഹു കൈകാര്യം ചെയ്യുന്ന ഒരു രീതി ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞിട്ടാണ്. ഇതാണ് ഈ ചരിത്രം നൽകുന്ന രണ്ടാമത്തെ പാഠം. മൂന്നാമത്തെ പാഠം, ചില തിന്മകളുടെ ശിക്ഷ അല്ലാഹു തആല ഈ ഭൂമിയിൽ വെച്ച് തന്നെ നൽകും. എല്ലാം പരലോകത്തേക്ക് വേണ്ടി മാറ്റിവെക്കുകയില്ല. എല്ലാം പരലോകത്തേക്ക് വേണ്ടി മാറ്റിവെച്ചാൽ ഈ ദുനിയാവിൽ മറ്റുള്ളവർക്ക് പഠിക്കാൻ പാഠങ്ങളൊന്നുമില്ലാതെയായി പോകും. അതുകൊണ്ട് പ്രധാനമായും രണ്ട് പാപങ്ങളുടെ ശിക്ഷ അള്ളാഹു ഭൂമിയിൽ വെച്ച് തന്നെ മരിക്കുന്നതിന് മുമ്പ് തന്നെ നൽകും. ഒന്നാമത്തേത്, മാതാപിതാക്കളെ ഉപദ്രവിച്ചാൽ, അവരെ പ്രയാസപ്പെടുത്തിയാലുള്ള ശിക്ഷയാണ്. അത് മരിക്കുന്നതിന് മുമ്പ് തീർച്ചയായും കിട്ടുക തന്നെ ചെയ്യും. രണ്ടാമത്തേത് ബഗയ്, അക്രമം. ഒരാളോട് അന്യായമായി പെരുമാറിയാൽ, അക്രമം കാണിച്ചാൽ അതിന്റെ ശിക്ഷ മരിച്ചതിന് ശേഷമല്ല, മരിച്ചതിന് ശേഷവുമുണ്ട്. അതോടൊപ്പം മരിക്കുന്നതിന് മുമ്പും അതിന്റെ ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും എന്നൊരു പാഠം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിലൂടെ പഠിപ്പിക്കുകയാണ്. നാലാമത്തെ പാഠം, അവസാനത്തെ പാഠം, ഖബർ ശിക്ഷ യാഥാർത്ഥ്യമാണ് എന്നുള്ള പാഠമാണ്. നബി തങ്ങൾ ഈ ഹദീസിലൂടെ, ഈ ചരിത്രത്തിലൂടെ അവസാനം പറഞ്ഞ പോയിന്റ് എന്താണ്? ആ മനുഷ്യൻ ഫഹുവ യതജല്ലലു ഇലാ യൗമിൽ ഖിയാമ, ഭൂമിയുടെ അടിയിൽ പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ മരിച്ച മനുഷ്യന്റെ ഖബർ എവിടെയാണ്? ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെട്ട മനുഷ്യന്റെ ഖബർ ആ ഭൂമിയുടെ അടിയിൽ തന്നെയാണ്. ഖബർ എന്ന് പറയുമ്പോ നമ്മൾ പള്ളിക്കാട്ടിൽ കുഴിക്കുന്ന, കുഴിയെടുത്തിട്ട് നിർത്തി കുഴിക്കുന്ന ആ കുഴി മാത്രമാണ് ഖബർ എന്ന് നമ്മൾ വിചാരിക്കേണ്ട. ഒരാൾ എവിടെ വെച്ചാണോ മരിക്കുന്നത് അതാണ് അയാളുടെ ഖബർ. ഒരാൾ മരിച്ചിട്ട് വീട്ടുകാർ തീരുമാനിക്കുകയാണ് ഖബറിൽ പോയാലല്ലേ കുഴപ്പമുള്ളൂ, അതുകൊണ്ട് അയാൾ അടക്കം ചെയ്യണ്ട, ഭൂമിയുടെ മുകളിൽ തന്നെ വെക്കാം, അടക്കിയാലല്ലേ കുഴപ്പമുള്ളൂ, അതുകൊണ്ട് ഭൂമിയുടെ മുകളിൽ തന്നെ വെക്കാം എന്ന് തീരുമാനിച്ചാലും ആ വെക്കപ്പെട്ട മയ്യത്തിന് ചുറ്റും മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്ത രീതിയിൽ ഖബർ പോലെ രൂപപ്പെടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നമ്മൾ കാണൂല, ഖബർ പോലെ എന്ത് ചെയ്യും? രൂപപ്പെടും. അപ്പൊ അവിടെ തന്നെ ഒരു മനുഷ്യൻ എവിടെയാണോ മരിക്കുന്നത് അവിടെ തന്നെ അയാൾക്ക് വേണ്ടിയുള്ള ഖബർ നിർമ്മിക്കപ്പെടുകയാണ്.
കപ്പലിൽ യാത്ര ചെയ്യുന്നയാൾ മരിച്ചിട്ട് ആ മയ്യത്ത് കടലിലേക്കാണ് എറിയുക. അയാളുടെ ഖബർ എവിടെയാണ്? അയാളുടെ ഖബർ ആ കടലിന്റെ അടിയിൽ തന്നെയാണ്. അപ്പോ മരിച്ചിട്ടൊരു മനുഷ്യൻ എവിടെയാണോ കഴിയുന്നത് അവിടെ അയാൾക്കുള്ള ശിക്ഷ കിട്ടിക്കൊണ്ട് തന്നെ ഇരിക്കും. ഇപ്പോ ഖബർ ശിക്ഷ അത് യാഥാർത്ഥ്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ആ ശിക്ഷ എവിടം വരെയാണ്? ഇപ്പോൾ മരിക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് ഖിയാമത്ത് നാൾ വരെ അത് കിട്ടിക്കൊണ്ടേയിരിക്കും. പിന്നീട് ഖിയാമത്ത് നാളിന് ശേഷവും അയാളുടെ വിചാരണയ്ക്ക് ശേഷം അയാൾക്കുള്ള ശിക്ഷ ബാക്കി അള്ളാഹു നൽകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അഹങ്കാരം എന്ന് പറയുന്ന ഒരു ദുർഗുണം ഒരിക്കലും അവന്റെ മനസ്സിലോ അവന്റെ വാക്കുകളിലോ അവന്റെ പെരുമാറ്റങ്ങളിലോ അവന്റെ പ്രവർത്തനങ്ങളിലോ ഉണ്ടാവാൻ പാടുള്ളതല്ല. അത് പിശാചിന്റെ സ്വഭാവമാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത